അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി അത്തവാബിയു എന്ന് പറഞ്ഞാൽ പിൻപറ്റുന്നത്. അതായത് ആ ഇസ്മിന് സ്വന്തമായിട്ടൊരു അടയാളം ഉണ്ടാവില്ല, അതിന് മുന്നേ എന്താണുള്ളത് അതിൻ്റെ അടയാളമാണ് വരാം. അപ്പം നമ്മൾ നായത്ത് പഠിച്ചു, നായത്ത് എത്ബഉൽ മൻഊത്ത്, നായത്ത് മന്നൂത്തിനെ പിൻപറ്റുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചതാണ്. അതേപോലെ അത്ഫ് പഠിച്ചു, അതേപോലെ ബദൽ പഠിച്ചു. ഇവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? മുദക്കറാണെങ്കിൽ മുദക്കറാവും, മുഅന്നസാണെങ്കിൽ മുഅന്നസാവും, ഏകവചനം മുഫ്രദാണെങ്കിൽ മുഫ്രദാവും, ബഹുവചനാണെങ്കിൽ ബഹുവചനാവും, മർഫൂ ആണെങ്കിൽ മർഫൂ ആവും, മജ്റൂറാണെങ്കിൽ മജ്റൂറാവും. അല്ലേ? നമ്മൾ പഠിച്ചത്. അലിഫ്ലാം ഉണ്ടെങ്കിൽ അലിഫ്ലാം ഉണ്ടാവും. ബാറക്കല്ലാഹു ഫീക്കും. അതാണ് അത്തവാബിയു. അപ്പം നാഅത്തും ബദലും അത്ഫും നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഒന്നും കൂടി ഇവിടെ പഠിക്കും. തൗക്കീദ് എന്ന് പറഞ്ഞാൽ, തൗക്കീദ് എന്ന് പറഞ്ഞാൽ ഊന്നിപ്പറയാം. അത് കുല്ലു ആണ്. കുല്ലുൻ ഒരു ഊന്നിപ്പറയലാണ്. നഫ്സുൻ, കുല്ലു എന്ന് പറഞ്ഞാൽ എല്ലാവരും, അത് ഊന്നിപ്പറയാണ്. പിന്നെ നഫ്സു എന്ന് പറഞ്ഞാൽ സ്വന്തം തന്നെ, അവിടെയും ഊന്നിപ്പറയലാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യത്തത്, അപ്പോൾ ഏതൊക്കെയത്? അന്നായത്ത്, വത്തൗക്കീദ്, വൽ അത്ഫ്, വൽ ബദൽ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കൂ. ആദ്യത്തത് അന്നായത്തു, അൽ മർഫു, റഫ എന്നത്. അഹദറ ത്വാലിബുൽ ജദീദു, പുതിയ വിദ്യാർത്ഥി വന്നോ, ഹാജരായോ. അപ്പോൾ അത്വാലിബു ഫായിൽ മർഫു ആയതുകൊണ്ട് അതിൻ്റെ നായത്ത് അൽ ജദീദു എന്താണ്? മർഫു. നമ്മൾ പഠിച്ചതാണ്, അത്വാലിബുൽ ജദീദു. ഇനി മൻസൂബ് നോക്കാം. യത്ലുബുൽ മുദീറു ത്വാലിബൽ ജദീദ. മാനേജർ ചോദിച്ചു. യത്ലുബുൽ മുദീറു, മാനേജർ ചോദിച്ചു. അത്വാലിബ, ആരോട്? അത്വാലിബ, വിദ്യാർത്ഥിയോട്. ആ മഫൂലും ബിഹി മൻസൂബ്, അൽ ജദീദ, പുതിയ, അതിനകത്ത്. അപ്പോൾ ഇവിടെ ത്വാലിബ എന്നായതുകൊണ്ട് ജദീദ എന്നായി. എന്തുകൊണ്ട് ത്വാലിബ എന്നായി? മഫൂലും ബിഹി മൻസൂബായതുകൊണ്ട്. അൽ മുദീറാണ് ഫായിൽ, അത്വാലിബ മഫൂലും ബിഹി മൻസൂബ്. അപ്പോൾ അതിൻ്റെ നായത്തും എന്താവും? അൽ ജദീദ മൻസൂബാവും. ഇനി മജ്റൂർ നോക്കാം. ഹാസ ദഫ്തറു ത്വാലിബി, വിദ്യാർത്ഥിയുടെ നോട്ട്ബുക്കാണിത്. ദഫ്തറു ത്വാലിബിൽ ജദീദി, പുതിയ വിദ്യാർത്ഥിയുടെ നോട്ട്ബുക്ക്. അപ്പോൾ ത്വാലിബി കസറ. എന്തുകൊണ്ട്? അത് ദഫ്തറു ത്വാലിബി, വിദ്യാർത്ഥിയുടെ നോട്ട്ബുക്ക്. അപ്പോൾ മുലാഫിലെ മജ്റൂറാണ്. അൽ ജദീദി, പുതിയ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ജദീദ് എന്തായി? കസറായി. അപ്പോൾ ത്വാലിബ് മർഫു ആയപ്പോൾ ജദീദും മർഫുവായി. ത്വാലിബ് മൻസൂബായപ്പോൾ ജദീദും മൻസൂബായി. ത്വാലിബ് കസറായപ്പോൾ ജദീദും കസറായി. പിന്നെ എല്ലാം ഏകവചനാണ്, എല്ലാം മുദക്കറാണ്, എല്ലാത്തിനും അലിഫ്ലാമുണ്ട്. അപ്പോൾ നായത്തി അത്ബഉൽ മൻഊത്ത്, മന്നൂത്ത് എന്താണോ അതേപോലെ ആയിരിക്കും നായത്തും. ഇതാണ് അത്തവാബിയു, പിന്തുടരാന്ന് പറഞ്ഞാൽ. ഇനി ആ തൗക്കീദ് നോക്കൂ. തൗക്കീദ് എന്ന് പറഞ്ഞാൽ ഊന്നിപ്പറയാം. ആദ്യത്തെ നോക്കൂ. അൽ മർഫു, ഹദറ തുല്ലാബു കുല്ലുഹും, വിദ്യാർത്ഥികൾ വന്നു എല്ലാവരും. അപ്പോൾ വിദ്യാർത്ഥികൾ വന്നു എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായി. പിന്നെന്താ? ഊന്നിപ്പറയാണ്, എല്ലാവരും. ഓക്കെ. അപ്പോൾ അതെന്താണ്? തുല്ലാബുടെ ഫായിൽ മർഫു ആയതുകൊണ്ട് കുല്ലുഹും, കുല്ലുഹും മർഫുവായി. ഇനി താഴത്ത് നോക്കൂ. സഅൽതു തുല്ലാബ, ഞാൻ ചോദിച്ചു വിദ്യാർത്ഥികളോട്. കുല്ലഹും, എല്ലാവരോടും, അവരെല്ലാവരോടും. അപ്പോൾ തുല്ലാബ ഫതഹത്തായതുകൊണ്ട് കുല്ല, അതും ഫതഹത്തായി. ഇവിടെ മഫൂലും ബിഹി മൻസൂബാണ്. ഇനി അൽ മജ്റൂർ നോക്കൂ. സല്ലംതു, ഞാൻ സലാം പറഞ്ഞു. അലത്തുല്ലാബി, വിദ്യാർത്ഥികളോട്. അപ്പോൾ അല വന്നുകൊണ്ട് തുല്ലാബി എന്നായി. അപ്പോൾ കുല്ലിഹിം, അവരെല്ലാവരോടും. അപ്പോൾ കുല്ലിയും എന്തായി? കസറായി. അപ്പോൾ ഇതാണ് തൗക്കീദ് അത്തവാബി, പിൻപറ്റ. ഇനി ഇപ്പുറത്തെ നോക്കൂ. ആദ്യത്തെ നോക്കൂ. അൽ മർഫൂ, കാലലി, അദ്ദേഹം എന്നോട് പറഞ്ഞു. ഹാദൽ മുദീറു, ഈ മാനേജർ. നഫ്സുഹു, നഫ്സുഹു, ആ മുദീറിനോട് സ്വന്തത്തോടെ തന്നെ പറഞ്ഞു. അപ്പം എന്താ ഇവിടെ? പിന്നെ ഫായിലായതുകൊണ്ട് നഫ്സുഹു. ഇനി അടുത്ത് നോക്കുക. അൽ മൻസൂബ്, സഅൽതു തുല്ലാബ,
കുല്ലുഹും ഞാൻ ചോദിച്ചു ആരോട്? വിദ്യാർത്ഥികളോട്, എല്ലാവരോടും. നമ്മൾ പഠിച്ചതാണ്. ഇനി അതിലിപ്പുറത്ത് സഅൽത്തുൽ മുദീറ മാനേജറോട് ഞാൻ ചോദിച്ചു. നഫ്സഹു അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു. ഞാൻ ചോദിച്ചു മാനേജറോട്, എന്നിട്ട് ഊന്നി പറയാണ് അദ്ദേഹത്തോട് തന്നെ. നഫ്സഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് തന്നെ. ഇവിടെ മഫൂലും ബിഹി മൻസൂബാണ് അൽ മുദീറ. അപ്പം നഫ്സ ആവും ഫതഹത്താവും. ഇനി അതിൻ്റെ താഴെ നോക്കൂ. സല്ലംതു ഞാൻ സലാം പറഞ്ഞു. അലൽ മുദീരി നഫ്സിഹി മാനേജറോട് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു സലാം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഊന്നി പറയാണ്. ഇതാണ് രണ്ടാമത്തെ തൗക്കീദ്. ഇനി മൂന്നാമത്തെ അൽ അത്ഫ്. അപ്പം മർഫൂ നോക്കാം. ഖറജ ഹാമിദുൻ വ സദീഖുഹു ഹാമിദ് പുറപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ സുഹൃത്തും. അപ്പോൾ ഹാമിദുൻ മർഫൂ ആയതുകൊണ്ട് അതിന് ശേഷം വ അത്തഫ് വന്നു. അപ്പോൾ സദീഖു എന്താണ്? മർഫൂ ആണ്. ഇനി എപ്പോഴാണ് മൻസൂബാകാം? ത്വലബൽ മുദീറു മുദീർ ചോദിച്ചു ഹാമിദൻ ഹാമിദിനോട്. ആരോട്? ഹാമിദിനോട്. അപ്പോൾ മഫൂലും ബിഹി മൻസൂബ്. വ സദീഖഹു ഇവിടെ വാക്ക് ശേഷം സദീഖഹു അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോടും. കാരണം ഹാമിദ് ഫതഹത്തായതുകൊണ്ട് സദീഖും ഫതഹത്തായി. ഇനി മജ്റൂർ നോക്കൂ. അൽ മജ്റൂർ ഐന കുത്തുബു ഹാമിദിൻ ഹാമിദിൻ്റെ പുസ്തകം എവിടെ? ഇവിടെ ഹാമിദിന് എന്താ? മുലാഫിലി മജ്റൂർ. വ സദീഖിഹി അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റേതും. ഇവിടെ വാക്ക് ശേഷം സദീഖ് എന്തായി? കസറായി. ലമ്മത്താവുമ്പോൾ ലമ്മത്താവും, ഫതഹത്താവും ഫതഹത്താവും, കസറത്താവുമ്പോൾ കസറത്താവും. ഇതാണ് അത്ഫ്. വാവുൽ അത്ഫ്. വാക്ക് ശേഷം വരുന്ന ഇസ്മിൻ്റെ അടയാളം എന്തായിരിക്കും? അതിന് മുമ്പുള്ള ഇസ്മിൻ്റെ അടയാളം എന്താണോ അതുതന്നെയായിരിക്കും വാക്ക് ശേഷം വരുന്ന ഇസ്മിൻ്റെ അടയാളം. അപ്പോൾ ഫായിലിന് ശേഷം വാവ് വന്നില്ലെങ്കിൽ അതിന് ശേഷമുള്ള ഇസ്മ മർഫൂ ആയിരിക്കും. മഫൂലും ബിഹി മൻസൂബിന് ശേഷം വാ വന്നിട്ട് ഇസ്മാണെങ്കിലോ അത് ഫതഹത്തായിരിക്കും. മുലാഫിലെ മജ്റൂർ വന്നിട്ട് വാ വന്നാലോ അതിന് ശേഷമുള്ള ഇസ്മ കസറായിരിക്കും. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ അൽ ബദൽ ഇതും നമ്മൾ പഠിച്ചതാണ്. അൽ മർഫൂ ആ നജഹ അഹൂക ഹാഷിം നിൻ്റെ സഹോദരൻ ഹാഷിം വിജയിച്ചോ? അപ്പോൾ ആ നജഹ വിജയിച്ചോ. അഹൂക്ക നിൻ്റെ സഹോദരൻ. ഹാഷിമുൻ അപ്പോൾ അഹുവും ഹാഷിമും ഒരാളിനെയാണ്. നിൻ്റെ സഹോദരൻ ഹാഷിം. അപ്പോൾ അതാണ് ബദൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഫായിൽ മർഫൂ ആയതുകൊണ്ട് ഹാഷിമും മർഫൂ ആയി. അഹുൻ മർഫൂ ആയതുകൊണ്ട് ഹാഷിമും മർഫൂ ആയി. ഇനി അപ്പുറത്ത് നോക്കൂ. ആ നജഹ ഹാദ ത്വാലിബു ഈ വിദ്യാർത്ഥി അദ്ദേഹം വിജയിച്ചോ? ഈ വിദ്യാർത്ഥി അദ്ദേഹം വിജയിച്ചോ? അപ്പം ആ നജഹ ഫീലാണ്, ഹാദ ഫായിലാണ്. അപ്പോൾ ത്വാലിബു അതിൻ്റെ ബദലും എന്താണ്? മർഫൂ ആണ്. ഹാദ ഫായിൽ മർഫൂ ആയതുകൊണ്ട് ആ ത്വാലിബു മർഫൂ ആണ്. നമുക്കറിയാം ഹാദയ്ക്ക് ശേഷം ഇസ്മു ഇഷാരയ്ക്ക് ശേഷം അലിഫ്ലാം ഇട്ട് ഇസ്മു വന്നാൽ അത് ബദലാണ്. ഇനി മൻസൂബിൻ്റെ ഉദാഹരണം നോക്കൂ. ആ അറഫ അഹാക ഹാഷിമൻ ആ അറഫ അല്ല ആയിരിഫു അറഫ അല്ല ആയിരിഫു ഞാൻ അറിയുന്നു. അഹാക ഹാഷിമുൻ എനിക്കറിയാം. അഹാക ഹാഷിമുൻ നിൻ്റെ സഹോദരൻ ഹാഷിമിനെ. അപ്പോൾ എനിക്കറിയാം ആരെ? അഹാക നിൻ്റെ സഹോദരൻ. അപ്പോൾ മഫൂലും ബിഹി മൻസൂബ്. അപ്പോൾ ആരാ സഹോദരൻ? അപ്പോൾ ഹാഷിമൻ ബദൽ. അപ്പോൾ അതും മൻസൂബാവും. ആരിഫു ഹാദ ത്വാലിബ എനിക്കറിയാം ഞാൻ അറിയുന്നു. ഹാദ ആരെ? ഹാദ മഫൂലും ബിഹി മൻസൂബ്. അത്വാലിബ ബദൽ. അപ്പം അതും ഫതഹത്താവും. ഇനി മജ്റൂർ നോക്കൂ. ഐന ഗുർഫത്തു അഖീക ഹാഷിമിൻ ഐന ഗുർഫത്തു റൂം എവിടെ? അഖീക നിൻ്റെ സഹോദരൻ്റെ. അപ്പം നിൻ്റെ സഹോദരൻ്റെ റൂം. അപ്പോൾ ഗുർഫത്തു അഖി. അപ്പോൾ അഖി മുലാഫിലെ മജ്റൂർ. അപ്പോൾ കസറായി. അഖീക നിൻ്റെ സഹോദരൻ. ആരാ നിൻ്റെ സഹോദരൻ? ഹാഷിം. അപ്പോൾ അഖി കസറായി. മുലാഫിലെ മജ്റൂർ കസറായതുകൊണ്ട് ഹാഷിമിൻ. ഹാഷിമു എന്തായി? ബദലും എന്തായി? കസറായി. അടുത്ത നോക്കൂ. ഐന ഗുർഫത്തു ഹാദ ത്വാലിബി ഈ വിദ്യാർത്ഥിയുടെ റൂം എവിടെ?
അതിനെ ഇവിടെ ഉർഫത്തു ഹാദ. ഹാദ എന്താ? മുലാഫിലെ മജ്റൂർ. അപ്പം അത് മജ്റൂർ ആയതുകൊണ്ട് ഹാദ ത്വാലിബി. ബദലും എന്താവും? ത്വാലിബ്. ഇസ്മു ഇഷാരയ്ക്ക് ശേഷം അലിഫ്ലാമിട്ട് ഇസ്മു വന്നു. ത്വാലിബ് എന്താവും? അപ്പോൾ ഹാദ മുലാഫിലെ മജ്റൂർ ആയതുകൊണ്ട് അത്വാലിബി ബദലും എന്താവും? മജ്റൂർ. ബാറക്കല്ലാഹു ഫീക്കും. ഇതാണ് അത്തവാബിയു. നായത്ത്, തൗക്കീദ്, അതിൽ കുല്ലും നഫ്സും വരും. പിന്നെ അത്ഫ്, വാവുൽ അത്ഫ്, പിന്നെ ബദൽ. ബാറക്കല്ലാഹു ഫീക്കും.